എല്ലാ കൂട്ടുകാർക്കും കിങ്ങൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു കുഞ്ഞ് ട്രിപ്പ് പോവാണ് കേട്ടോ. കോഴിക്കോട് വരെ ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നാണ് കേട്ടോ യാത്ര പോകണത്. ശീശ്രവടത്തുനിന്ന് അവിടെ നമുക്കൊരു 2 മണിക്കൂർ അടുപ്പിച്ച് യാത്രയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാവരും കൂടി റെഡിയായി. രാവിലെ നേരത്തെ പോകണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിള്ളേരാണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരം വൈകി. അതിൻ്റെയൊക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളും. മോനൊക്കെ ആണെങ്കിൽ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങി. പിന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നേരെ പോവാണ്. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ നമ്മൾ ഉടുപ്പി ഹോട്ടലിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ശരിക്കും സമയം നോക്കുന്നുണ്ടായിരുന്നു. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡറൊക്കെ കൊടുത്തതിന് ശേഷമാണ് നോക്കുന്നത്. എന്തായാലും നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ മോൻ മേശയുടെ മുകളിൽ കയറി കളിക്കലും ഒക്കെയാണ്. അത് കഴിഞ്ഞ് അവരച്ഛനും മക്കളൊക്കെ കൂടിയിട്ട് ഫുഡ് വരുന്നവരെ ഒരു കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവരെ കളിയൊന്നും ഒതുങ്ങിയപ്പോഴേക്കും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. മസാല ദോശ കേട്ടോ ആദ്യം വന്നത്. മോൾക്കാണെങ്കിൽ എവിടെ പോയാലും നെയ്റോസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ എവിടെ പോയാലും നെയ്റോസ്റ്റേ കഴിക്കുള്ളൂ. അതിന് മെയിൻ കാരണം ഈ തൊപ്പി പോലെ ഇരിക്കണ കൊണ്ട് തൊപ്പി ദോശ വേണം പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പിന്നെ നമ്മൾ പോകുന്നത് കോഴിക്കോട് മിഠായി തെരുവിലേക്കാണ് കേട്ടോ. ആ ഓട്ടോ എങ്ങാനും വിളിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വണ്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോയത്. ഈ ബീച്ച് എത്താറാകുമ്പോൾ തൊട്ട് തന്നെ 2 സൈഡിലും നിറയെ വണ്ടികളും ഒക്കെ നിർത്തിയിട്ടതായിട്ട് കണ്ടു കേട്ടോ. അപ്പം നമുക്കൊരു എത്രത്തോളം തിരക്കുണ്ടാവുമെന്നോ എവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ